ഇന്ന് നമുക്ക് കുറച്ച് ചെടികളുടെ സീഡ്സ് എല്ലാം പാകാനായിട്ട് ഇരിപ്പുണ്ടേ. ഒരു ചെടിയുടെ അല്ല, കുറച്ച് വെറൈറ്റി ചെടികളുടെ സീഡ്സ് പല സ്ഥലങ്ങളിൽ നിന്ന് പല സമയങ്ങളിലായിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണേ. അതിനായിട്ട് ഞാൻ കുറച്ച് ഗാർഡൻ സോയിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കല്ലും കട്ടയും എല്ലാം പറക്കി കളയണം. അതിനുശേഷം കുറച്ച് ചാണകപ്പൊടി ഇട്ട് എടുക്കുന്നുണ്ട്. ചാണകപ്പൊടി ഇട്ടപ്പോൾ അതിനകത്തും കുറച്ച് കട്ടുകൾ കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പറക്കി ഒഴിവാക്കിയിട്ടുണ്ട്. സാധാരണ ഞാൻ മണ്ണ് മാത്രം ചേർത്തിട്ടാണ് സീഡ്സൊക്കെ പാകാറുള്ളത്. ഇപ്പോൾ എനിക്ക് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് ഫെർട്ടിലൈസേഴ്സ് കൂടിയൊക്കെ ആഡ് ചെയ്യുന്നത്. ഇത് കുറച്ച് എല്ലുപൊടിയാണേ. എല്ലുപൊടി കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നേരത്തെ കൂട്ടിയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സീഡ്സൊക്കെ പാകാൻ കുറച്ച് നല്ലതാണ്. എനിക്ക് പക്ഷേ അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ സീഡ്സൊക്കെ ഒന്ന് ജെർമിനേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ സോയിലും ഫെർട്ടിലൈസേഴ്സും ആയിട്ടൊക്കെ അങ്ങ് സെറ്റ് ആയിക്കോളൂ കേട്ടോ. ഗാർഡൻ സോയിലും ചാണകപ്പൊടിയും എല്ലുപൊടിയും പിന്നെ നമ്മുടെ മണ്ണിര കമ്പോസ്റ്റും കൂടിയൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ. പറക്കി ഒഴിവാക്കും തോറും ചറള കൂടിക്കൂടി വരുന്നുണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ ഡൗട്ട് കേട്ടോ. എന്തായാലും കുറേയൊക്കെ ഒഴിവാക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് സീഡ്സ് ഓരോന്നായിട്ട് എടുത്തിട്ട് വരാം. ഇത് നമ്മുടെ സീനിയയുടെ സീഡ്സ് ആണേ. ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളത് കഴിഞ്ഞ ദിവസമായിട്ട് ഷോർട്സിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. എന്നാലും അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞ എറണാകുളം യാത്രയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് കേട്ടോ. നമ്മളെപ്പോലുള്ള ഈ പ്ലാന്റ് ലവേഴ്സ് എവിടെ പോയാലും ചെടികളൊന്ന് ശ്രദ്ധിക്കുമല്ലേ. നല്ല ഹെൽത്തി ആയിട്ട് ഫ്ലവർ ഇട്ട് നിൽക്കുന്നതാണെങ്കിലും ലീഫി പ്ലാന്റ്സ് ആണെങ്കിലും നമ്മുടെ കണ്ണുകൾ അറിയാതെ അങ്ങോട്ടേക്ക് അങ്ങ് സഞ്ചരിച്ചു പോകുമല്ലേ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലില്ലാത്ത വെറൈറ്റി ആണെങ്കിൽ അതിൽ നിന്ന് ജസ്റ്റ് ഒരു കഷ്ണം കിട്ടിയെങ്കിലെന്ന് നമ്മൾ അറിയാണ്ട് ആഗ്രഹിച്ചു പോകുമല്ലേ. ഇനിയിപ്പോൾ നമുക്ക് അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തരുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കാനും പറ്റില്ലല്ലേ. ആ ചെടിയുടെ ഓരോ ഗ്രോത്ത് സ്റ്റേജിലും നമ്മൾ അവരെ ഓർക്കുമല്ലേ. അങ്ങനെ പല യാത്രകളിലായിട്ട് കിട്ടിയ ഒരുപാട് ചെടികൾ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. മീൻസ് ഇതുപോലെ ചോദിച്ച് മേടിച്ചതല്ലെങ്കിലും പല നഴ്സറികളിൽ നിന്ന് പല ചെടികൾ മേടിക്കാനായിട്ട് നമ്മൾ പോകുന്ന യാത്രയായിരിക്കില്ലല്ലോ. പല യാത്രകളിൽ നമുക്ക് നഴ്സറിയിൽ കാണുമ്പോൾ മേടിക്കുന്നതോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു കഷ്ണം ചോദിച്ച് മേടിക്കുന്നതോ ഒക്കെ ആയിരിക്കും അല്ലേ. ഈ സീനിയയുടെ സീഡ്സും അങ്ങനെ ഒരു കഥയാണ് കേട്ടോ. ഒരുപാട് നിറച്ച് പൂത്തിരിക്കുന്ന സീനിയ പൂക്കൾ കണ്ടപ്പോൾ ഇതിൻ്റെ സീഡ്സ് ഒന്ന് കിട്ടിയിരുന്നെങ്കിലും ഞാൻ ജസ്റ്റ് പറഞ്ഞതും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബ്രോ പോയി ചോദിക്കുകയും നമുക്ക് ആ ഗാർഡനർ അതിൻ്റെ സീഡ്സ് ഒരുപാട് കളക്ട് ചെയ്ത് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പല വെറൈറ്റി സീനിയാസ് അവിടെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഏതൊക്കെ വെറൈറ്റി ആണെന്ന് അറിയണമെങ്കിൽ എല്ലാം നല്ല ജെർമിനേറ്റ് ചെയ്ത് ഫ്ലവർ ആകുമ്പോൾ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഓരോ ഫ്ലവറിൻ്റെയും കുറച്ച് സീഡ്സാണ് ഞാൻ എടുക്കുന്നത്. അല്ലാതെ ഒരു ഫ്ലവറിൻ്റെ തന്നെ സീഡ്സ് മാത്രമായിട്ടല്ല ഞാൻ പാകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ വെറൈറ്റിയും കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് കുറച്ചെടുത്ത് പാകുന്നത്. അങ്ങനെ എല്ലാ പൂക്കളിൽ നിന്നും കുറച്ച് സീഡ്സ് എടുത്തിട്ട് ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഈ ചട്ടിക്കകത്തിട്ട് പാകി കൊടുക്കുകയാണേ. ഇതിപ്പം ഒരുപാട് സീഡ്സ് ഇതിനകത്ത് തന്നെ ഇടുന്നുണ്ട്. നമ്മൾ ഇടുന്ന എല്ലാം ജെർമിനേറ്റ് ചെയ്ത് കിട്ടണമെന്നും ഇല്ലല്ലോ. എന്തായാലും നമുക്ക് നോക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗാർഡൻ സോയിലും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സീഡ് ഇട്ടതിന് ശേഷം ഗാർഡൻ സോയിൽ കുറച്ചിട്ടാൽ മതിയായിരിക്കും കേട്ടോ. എങ്കിലാണ് അതിന് ജെർമിനേറ്റ് ചെയ്ത് വരാൻ കുറച്ചുകൂടെ ഈസി. ഇനിയിപ്പോൾ അടുത്ത സീഡ്സ് പാകാനായിട്ട് ഞാനൊരു തെർമോക്കോളിൻ്റെ ബോക്സ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതെൻ്റെ ഒരു പോട്ട് തന്നെയാണ്. കുറേ നാളായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണ് ഈ തെർമോക്കോൾ പോട്ട്. ഇനി കുറച്ച് കോറിയോപ്സിസിൻ്റെ സീഡും അതുപോലെ കുറച്ച് മാരിഗോൾഡിൻ്റെ സീഡും നമുക്ക് പാകാനായിട്ടുണ്ട്. അപ്പോഴേ ഈ തെർമോക്കോൾ ബോക്സ് കുറച്ച് നാളായിട്ട് ഞാൻ പെയിൻ്റൊക്കെ അടിച്ച് ഇതിനകത്ത് പല പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ നിൽക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നാളായിട്ട് ഞാൻ അതിനെ അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞേക്കായിരുന്നേ. എന്നിട്ടും പുള്ളിക്കാരന് വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് ഇപ്പം നമുക്ക് സീഡ്സ് പാകാനായിട്ട് വേറെ പോട്ടൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇതിനെ തന്നെ വീണ്ടും എടുത്തിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും അത് നല്ലതായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിന് ഞാൻ മാരിഗോൾഡിൻ്റെ സീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. റെഡും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മാരിഗോൾഡാണ് ഇത്. ഞാൻ ഒരു നഴ്സറിയിൽ നിന്ന് മേടിച്ച ഒരു പ്ലാന്റ് ആയിരുന്നു. പക്ഷേ പ്ലാന്റ് മേടിക്കുമ്പോഴത്തേനും അതിൻ്റെ ലീഫെല്ലാം കരിഞ്ഞ് ഫ്ലവേഴ്സ് എല്ലാം ഏകദേശം കരിഞ്ഞ പരുവത്തിലായിരുന്നു. അപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ലൈഫ് കഴിയാറായി ഇതിൻ്റെ സീഡ്സ് കളക്ട് ചെയ്ത് വെച്ചിട്ട് പാക്ക് കിളിപ്പിച്ചാൽ മതിയെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ.
പിന്നെ ആ ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതുപോലെ വലിയ റേറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മേടിച്ച് വെച്ചിട്ട് അതിൻ്റെ കരിഞ്ഞ ഫ്ലവേഴ്സ് എല്ലാം കളക്ട് ചെയ്ത് വെച്ച് ഞാൻ സീഡ്സ് എടുത്ത് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണേ. ഇനി നമുക്ക് കുറച്ച് കോറിയോപ്സിസിൻ്റെ സീഡാണ് പാകാനുള്ളത്. റെഡും അതുപോലെ നമ്മുടെ റെഡും യെല്ലോയും കൂടെ മിക്സ് ചെയ്ത് വരുന്ന 2 വെറൈറ്റി സീഡ്സ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണേ. കോറിയോപ്സിസ് പലയിടത്തും പല ചാനലുകളിലും ഫ്ലവേഴ്സ് കാണുമ്പോൾ വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഞാൻ മേടിച്ചതാണ്. ഒരു വെറൈറ്റി മാത്രമായിട്ട് മേടിക്കുമ്പോൾ പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ നഷ്ടമല്ലേന്ന് വെച്ചിട്ട് ഞാൻ 2 വെറൈറ്റിയും കൂടി ഉള്ള ഒരു സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാമെന്ന് വെച്ചിട്ടാണ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം എന്തായാലും എനിക്ക് 2 വെറൈറ്റിയും കിട്ടിയിട്ടുണ്ട്. ആ പാക്കറ്റ് ഓപ്പൺ ചെയ്യാനായി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നേ. ഇനിയിപ്പോൾ ഇത് രണ്ടും 2 വെറൈറ്റി തന്നെ ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ ഇതിന് ഫ്ലവറൊക്കെ ആയെങ്കിൽ രക്ഷയുള്ളൂ. പാക്കറ്റിൻ്റെ പുറത്തൊന്നും ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പാക്കറ്റ് നിറച്ചും സീഡ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത് മൊത്തം സീഡ്സ് ആണോ എന്നുള്ളതിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് ഉൾപ്പെടെ ഉണ്ടെന്ന് തോന്നുന്നു. ചില പ്ലാന്റിൻ്റെ സീഡ്സ് മാത്രമായിട്ട് കളക്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കേ, അതുകൊണ്ടായിരിക്കാം. എന്തായാലും അതിനകത്ത് സീഡ്സ് ഉണ്ടാവുമല്ലോ, നമുക്ക് നോക്കാം ജെർമിനേഷൻ എത്രത്തോളം ഉണ്ടെന്ന്. നമ്മുടെ ഈ തെർമോക്കോൾ ബോക്സിൽ 2 റിങ് ഉള്ളത് കൊണ്ട് ഓരോ വെറൈറ്റിയും ഞാൻ ഓരോ റിങ്ങിലായിട്ടാണ് പാകി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും ഒരുമിച്ച് എല്ലാ സീഡും കൂടി പാകുന്നില്ല, കാരണം ഒരുമിച്ച് പാകാനുള്ള സ്പേസും എനിക്കില്ല. അതുപോലെ തന്നെ ഇങ്ങനെ പാകിയാൽ അത് ജെർമിനേറ്റ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ളത് നന്നായിട്ട് നമുക്ക് അതിനകത്ത് തന്നെ ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കാം. അതുമല്ല ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഈ സീഡ്സ് അധിക നാൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. ഇതുപോലുള്ള തെർമോക്കോളിൻ്റെ ബോക്സസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ്സ് ഒക്കെ നട്ട് വെക്കാനും ഇതുപോലെ നമുക്ക് സീഡ്സ് ഒക്കെ പാകി കിളിപ്പിക്കാനും വളരെ യൂസ്ഫുൾ ആണ്. ഈ കോറിയോപ്സിസിൻ്റെ സീഡ്സ് കുഞ്ഞു കുഞ്ഞു സീഡ്സ് ആണ്. അങ്ങനെ എന്തായാലും 2 വെറൈറ്റി 2 റിങ്ങിലായിട്ട് പാകി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കി ഉണ്ടായിരുന്ന സീഡ്സ് എല്ലാം ഞാൻ ഈ ബോട്ടിലിനകത്തിട്ട് നന്നായിട്ട് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഒന്ന് ജെർമിനേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ബാക്കി പാകി കൊടുക്കാം. സീഡ്സ് എല്ലാം ഒരുമിച്ച് പാകുന്നതിനേക്കാളും നല്ലത് കുറച്ച് കുറച്ച് പാകി കിളിപ്പിക്കുന്നതാണ്. ഇത് നമ്മുടെ ചൈനീസ് ബോൾസ് അല്ല, നമ്മുടെ ഡബിൾ പെറ്റൽ ബോൾസ് ആണ്. അത് അന്ന് നമ്മൾ അതിൻ്റെ കട്ടിങ്സ് നട്ട് വെക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളെ ഒന്ന് കാണിച്ചതാണ്. ഇനി നമുക്ക് സീഡ്സൊക്കെ പാകിയ പോട്ടെല്ലാം എടുത്ത് പ്രൊപ്പഗേഷൻ ഏരിയയിലോട്ട് വെച്ചിട്ട് കുറച്ച് വാട്ടർ കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ പ്രൊപ്പഗേഷൻ ഏരിയയിലുള്ള പ്ലാന്റ്സ് എല്ലാം റീപോർട്ട് ചെയ്ത് ഇവിടെ ഒന്ന് ഫ്രീ ആക്കി എടുത്തത്. അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് കുറച്ച് സീഡ്സ് ഒക്കെ പാകാനിരിപ്പുണ്ടെന്ന്. ഈ ഒരു ഏരിയ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ പ്ലാന്റ്സ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ. ഇവിടെ മോർണിംഗിൽ സൺലൈറ്റ് കിട്ടും, അത് കഴിഞ്ഞാൽ ശക്തമായ വെയിൽ അങ്ങനെ അടിക്കത്തില്ല. അതുപോലെ തന്നെ മഴ പെയ്താൽ നനയത്തോ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. നമ്മുടെ ഈ ക്യാബേജ് ഉണ്ടല്ലോ എല്ലാം അഴുകി പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ 2-3 ദിവസമായിട്ട് ആ ഏരിയയിലോട്ട് അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല, ശക്തമായ മഴയായിരുന്നല്ലോ. ഇപ്പം നോക്കിയപ്പോഴാണ് ഞാനത് അഴുകി നിൽക്കുന്നത് കണ്ടതേ. ശരിക്കും എനിക്ക് നല്ല വിഷമമായി. ഇനിയിപ്പോൾ ഈ പച്ചമുളകിനെ കണ്ടങ്ങ് സമാധാനിക്കുകയല്ലേ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ.